നമസ്കാരം. കോഴിക്കോട് സർവകലാശാല കലുഷമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും രാഷ്ട്രീയ അതിപ്രസരം ഈ സർവകലാശാലകളിൽ ഉണ്ടായതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്ന് പറയുന്നത്. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നു എന്ന് ആക്ഷേപിച്ചുകൊണ്ട് അത് ഞങ്ങൾ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് SFIക്കാർ സർവകലാശാലയ്ക്കെതിരെ സമരം നടത്തുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒത്താശയും പിന്തുണയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും പാർട്ടിയുടെ ഭാഗത്തുനിന്നും SFIക്കാർക്ക് ഉണ്ട്. എന്നാൽ ഇപ്പോൾ ഈ സർവകലാശാലയെ വൈസ് ചാൻസലർ ചുവപ്പുവൽക്കരിക്കുന്നു, അത് ഞങ്ങൾ അനുവദിക്കില്ല, ചുവപ്പുവൽക്കരണം സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ABVP വിദ്യാർത്ഥികളും കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നു, പ്രതിഷേധം നടത്തിയിരിക്കുന്നു. അവർ പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് VCയുടെ കാലിക്കറ്റ് സർവകലാശാല VCയുടെ വീട്ടിലേക്ക് കുതിച്ചു കയറി പോകുന്നു. പോലീസ് നിഷ്ക്രിയമായി മിഴിച്ചു നോക്കിയിരിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് കോഴിക്കോട്ട് ABVP പ്രവർത്തകർ ഇത്ര രൂക്ഷമായ ഒരു പ്രതിഷേധം ഈ സർവകലാശാലയ്ക്കെതിരെ നടത്തിയത്. ഒന്ന്, അവർ പറഞ്ഞത് അതിനെ ചുവപ്പുവൽക്കരിക്കുന്നു, രാഷ്ട്രീയവൽക്കരിക്കുന്നു, സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഒരു സർവകലാശാലയെ രാഷ്ട്രീയവൽക്കരിക്കുകയും അത് പരിപൂർണമായും ചുവപ്പുവൽക്കരിക്കുകയും ചെയ്യുന്നു. VC ചുവപ്പിന്റെ അടിയിൽ ഒളിഞ്ഞുകൂടിയിരിക്കുന്നു, അദ്ദേഹം ധരിക്കുന്ന ഷർട്ടും പോലും ചുവപ്പായി മാറുന്നു. അതുകൊണ്ട് ഒരു VC സ്വതന്ത്രമായി നിൽക്കേണ്ട ഒരു VC ചുവപ്പിന് അടിമപ്പെടുന്നത് നാണക്കേടാണ്, അതിനെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് ABVPക്കാർ പ്രതിഷേധം നടത്തിയത്. മാത്രമല്ല അവർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. SFIക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വൃത്തികെട്ട സമരമുറകളെ എതിരെ ഞങ്ങൾ പ്രതിഷേധവും ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. കാരണം സർവകലാശാലയിൽ സെനറ്റ് അംഗങ്ങളെ കയറ്റിവിടാതെ ഇവർ SFIക്കാർ പ്രതിരോധം നടത്തി. വരുന്ന ഓരോ വ്യക്തിയെയും, ഒരു അന്ധനായ നമ്മുടെ പത്മശ്രീ നൽകി നമ്മുടെ രാജ്യം ആദരവ് നൽകിയ ഒരു വ്യക്തിയെ പോലും ഭീഷണിപ്പെടുത്തി അസഭ്യ വാക്കുകൾ പറഞ്ഞു വിടുകയുണ്ടായി. ഓരോരുത്തരുടെയും ചോദിച്ചു, നിന്റെ പേരെന്ത്, നിന്റെ നാളെന്ത്, നിന്റെ ഐഡന്റിറ്റി കാർഡ് എവിടെ, നീ ഏത് പാർട്ടിക്കാരൻ എന്നൊക്കെ SFIക്കാർ പിള്ളാർ ചോദിക്കുന്നു. പോലീസ് അതെല്ലാം നോക്കിക്കൊണ്ട് മിണ്ടാതെ നിൽക്കുന്നു. എന്നിട്ട് അവരെല്ലാം അവർക്ക് ഇഷ്ടമല്ലാതെ തോന്നിയ ആൾക്കാരെ, അതായത് ഗവർണർ നിയമിച്ചവരായിരുന്നാൽ പോലും അവർക്ക് താല്പര്യമില്ല എന്ന് തോന്നുന്ന ആൾക്കാരെ മുഴുവനും ഭീഷണിപ്പെടുത്തി സെനറ്റ് യോഗത്തിൽ പങ്കെടുപ്പിക്കാതെ വിരട്ടിവിടുന്നു. പകരം ബാക്കിയുള്ളവരെ കയറ്റിവിടുന്നവരിൽ മുഖമറിയാവുന്നവരെ, അല്ലെങ്കിൽ ഒരു മുഖപരിചയമുള്ളവരെയൊക്കെ കയറ്റിവിടുകയും അല്ലാത്തവരെ ഇതേപോലെ ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ ഒന്നുകിൽ അവർ ഞങ്ങൾ ലീഗിന്റെ ആൾക്കാരാണെന്നും എൻ്റെ പേരിൻ്റെതാണെന്നും പറയുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനാണ് എൻ്റെ പേരിൻ്റെതാണെന്ന് പറയും, ഞാൻ CPMകാരനാണ് എൻ്റെ പേരിൻ്റെതാണെന്ന് പറയുന്നു. ശരി, സമ്മതിച്ചു, നിങ്ങളകത്ത് കയറിക്കോ, പക്ഷേ ഇവന്മാർ കയറരുതെന്ന് പറഞ്ഞ് സമരം ചെയ്യുകയും ചെയ്തു. ഇത് ജനാധിപത്യ വിരുദ്ധമായ സമരം തന്നെയാണ് എന്നത് തർക്കമില്ല. എന്തായാലും അതിനെതിരെയും ഇന്ന് ABVPക്കാർ സമരം നടത്തിയിരിക്കുന്നു. ഇത് കേരളത്തിൽ ഒരിടത്തു മാത്രം ഒതുങ്ങി നിൽക്കാൻ സാധ്യതയില്ല. ഈ സമരം അല്ലെങ്കിൽ ഈ അക്രമ സമരങ്ങൾ അത് ABVPയുടെ ഭാഗത്തു നിന്നുണ്ടായാലും SFIയുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് തുടരാനാണ് സാധ്യത. പോലീസിന് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുന്നു. കാരണം പോലീസിനെ നോക്കിക്കുത്തിയായി നിർത്തിക്കൊണ്ട് പാർട്ടി സഖാക്കളെ അക്രമം നടത്തിക്കൊള്ളൂ എന്ന് പച്ചക്കൊടി കാണിച്ച ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഈ പാർട്ടിക്കാരെ മാത്രമല്ല നിയന്ത്രിക്കാൻ കഴിയാതെ വരാൻ പോകുന്നത്, മറ്റ് പാർട്ടിക്കാരെ. ഇപ്പോൾ പ്രതിപക്ഷം അക്രമ സമരങ്ങൾ പലയിടത്തും അക്രമ സമരം ഒന്നും വേണമെങ്കിൽ നമുക്ക് പറയാം, അത്തരത്തിലുള്ള പോലീസും പ്രതിപക്ഷാംഗങ്ങളും കോൺഗ്രസും യൂത്ത് കോൺഗ്രസ് തമ്മിലുള്ള സംഘടന ഇന്നും പലയിടത്തും നടന്നു. കാട്ടാക്കടയിൽ DYFIക്കാർ ഈ കരിങ്കൊടി കാണിക്കാൻ വന്നവരെ അടിച്ച് തലക്കടിച്ച് ഓട്ടിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും നമ്മളിന്ന് കണ്ടു. അവിടെയും ഈ DYFIക്കാർ തന്നെയാണ്. എന്തിനാണ് ഈ DYFIക്കാർ ഇതിനെ തടയുന്നതെന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. ഞങ്ങൾ ഇനിയും ചെയ്യും എന്നാണ് പറയുന്നത്. കാരണം ഞങ്ങളുടെ നേതാവ് ഞങ്ങൾക്ക് ലൈസൻസ് തന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ABVPക്കാർ കോഴിക്കോട്ട് ഇറങ്ങിയിരിക്കുന്നു. ഇനി തിരുവനന്തപുരത്ത് നാളെ സമാപിക്കുമ്പോൾ ABVP എന്തെങ്കിലും പ്രതിഷേധം നടത്തുമോ? അതെങ്ങനെ നേരിടാൻ കഴിയും? ഇത് കേരളം മുഴുവനും വ്യാപിക്കും. ഈ യാത്ര അവസാനിച്ചാലും, ഈ പറയുന്ന രാജകീയ യാത്ര, തെക്കോട്ടെടുത്ത യാത്ര തെക്ക് അവസാനിച്ചാൽ പോലും ഇത് പടരാനാണ് സാധ്യത എന്നാണ് കാണുന്നത്.